ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്നൊരു ടെസ്ലയുടെ വൈ എന്ന് പറയുന്നൊരു മോഡലാണ്. നമ്മൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ നമ്മൾ ചാർജിങ്ങിന് വെച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനം ആക്സിഡൻ്റ് ആയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് റിപ്പയറും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് വാഹനം നമ്മളിപ്പം ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇപ്പം വാഹനം നമ്മൾ ചാർജ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 80% ചാർജാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 80% ചാർജ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്നതാണ്. ഇതിപ്പം കണ്ടല്ലോ, ചാർജ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 80%. അപ്പോൾ 80% എത്ര ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ലെങ്കിൽ മാത്രമാണ് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡിക്കി തുറക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ ഇതിൻ്റെ ഫ്രങ്ക് വാഹനത്തിൽ ഈ ഒരു മോഡൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് ഉള്ള വാഹനത്തിനെ നമ്മൾ ഫ്രങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ട്രങ്ക് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഡിക്കിക്കാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് ഉള്ളതിനെ ഫ്രങ്ക് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ അതേമാതിരി തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രങ്കും അതേമാതിരി തന്നെ ട്രങ്ക് നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതിൻ്റെ ട്രങ്ക് നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഓപ്പൺ ആക്കാനും സാധിക്കും, അതേമാതിരി തന്നെ ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇത് കണ്ടല്ലോ, ഓപ്പണായി. ഇനി അതേമാതിരി തന്നെ ഈ സ്വിച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാനും സാധിക്കും. കണ്ടല്ലോ, ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേമാതിരി തന്നെ പലർക്കും ഒരു ഡൗട്ടുള്ളതാണ്, ഈ വാഹനം നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതിന് വേറെ സ്വിച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും ഒരു ഡൗട്ടുണ്ട്. എന്നാൽ ഈ വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതിന് പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളെ ഈ കാർഡ് വെക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ വെക്കണം. പൊസിഷനിൽ വെച്ചതിന് ശേഷം ബ്രേക്ക് പ്രസ് ചെയ്യുക, വാഹനം ഗിയർ ഇടുക. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് പ്രസ് ചെയ്യുക, ഗിയർ ഇടുക, പോവുക. വേറെ ഒന്നുമില്ല. അപ്പം തന്നെ സ്റ്റാർട്ടാവുന്നതാണ്. അതേമാതിരി തന്നെ വണ്ടി മൂവ് ആവുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഇത് പഴയ മോഡലൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് ഈ സ്റ്റിയറിങ്ങിനോട് ചേർന്ന് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ പുതിയ മോഡൽ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കാർഡ് വെക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതേമാതിരി തന്നെ ഈ ലിവർ കാണത്തില്ല. അതേമാതിരി തന്നെ ഈ ടച്ചിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയറും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഗിയർ ലിവറോ കാര്യമോ ഒന്നും കൊടുത്തിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.